ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ കെ മല്ലു ഫാമിലി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് ഈവിന് കുട്ടികൾ രണ്ടുപേരും കൂടി കരോളിന് പോകുന്നുണ്ട് കേട്ടോ, നമ്മുടെ യൂണിറ്റിലെ കരോളിൻ്റെ കൂടെ. അപ്പോൾ അതുകൊണ്ട് അവരെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്രിബൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ കൊണ്ടുപോയാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവർ ടാറ്റ പറഞ്ഞ് പോകുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പം ചെറിയ ആൾ നമ്മൾ അവരുടെ കൂടെ കൊണ്ടുപോകുന്നുണ്ടായില്ല. അത് കഴിഞ്ഞതേ നമ്മുടെ വീട്ടിലും സാന്റാക്ലോസൊക്കെ വന്നു, നമ്മുടെ കരോള് പാർട്ടി വന്നു പള്ളിയിൽ നിന്ന്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അധികം വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റില്ല കേട്ടോ. അവർ ഈ സിറ്റ് ഔട്ടിലൊക്കെ കയറി നമ്മുടെ സാന്റാ പപ്പ വന്ന് നല്ല ഡാൻസൊക്കെ കളിച്ചായിരുന്നു. നമ്മുടെ മക്കളും അവരുടെ കൂടെ പോയായിരുന്നല്ലോ. അപ്പോൾ നടന്ന് ക്ഷീണിച്ച് അവർ വന്നിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ കാണുന്നത്, ആകെ ടയേർഡായിട്ട്. അത് കഴിഞ്ഞതേ പിറ്റേ ദിവസം നമ്മുടെ ക്രിബൊക്കെ സെറ്റ് ചെയ്തതിൻ്റെ ഒരു മോർണിംഗ് വേവ് എടുക്കാമെന്ന് കരുതി. അങ്ങനെ മോർണിംഗ് വേവ് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പോൾ തന്നെ എടുത്തതാട്ടോ. അപ്പം നല്ല ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മോർണിംഗ് വൈബിന് ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മളിത് ഓൾറെഡി നമ്മൾ ഓൺ ചെയ്തിട്ടേക്കുവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ മോർണിംഗ് വൈബ് ഒന്ന് എടുത്തേക്കാന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഞാനപ്പോൾ ആ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ കുഞ്ഞുവാവ നമുക്ക് കൃത്യമായിട്ട് ഏകദേശം ഒരു 6 മണിക്കോ 7 മണിക്കൊക്കെ ഇടയിലായിട്ട് ആൾ എഴുന്നേക്കും. ഇന്നലെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ടാണ് കേട്ടോ കരോളൊക്കെ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആൾക്ക് കുറച്ച് നേരം കൂടി കിടന്നുറങ്ങിയെന്ന് പറയാം. പക്ഷേ എന്നാലും ആളെ എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കട്ടിലുമ്പോൾ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളും കാര്യങ്ങളും അധികം പുറത്തേക്ക് നമ്മൾ ചായയൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ബ്രെഡും കോൾഡൊക്കെ ഉള്ളത് ഇഷ്ടമാണ് ഉണ്ടാക്കിയത്. ഞാൻ ബീഫൊക്കെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇഷ്ടു കറിയൊക്കെ ഉണ്ടാക്കി. തലേദിവസം നമ്മൾ മേടിച്ചതാണ് ബ്രെഡിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊറോട്ടയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നന്നായിട്ട് നെയ്യൊക്കെ ഇട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം പൊറോട്ടയും ബ്രെഡും ഇഷ്ടമൊക്കെ ആയിട്ട് എല്ലാവരും ഫുഡൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ബേബിക്കുള്ള ഫുഡ് കഴിഞ്ഞിട്ട് ബേബിക്കുള്ള ഫുഡ് നമ്മൾ സ്വീറ്റ് പൊട്ടറ്റോയാണ് കൊടുക്കുന്നത്. സ്വീറ്റ് പൊട്ടറ്റോയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന നെയ്യുണ്ട്. ക്രിസ്മസിലൊക്കെ നമ്മുടെ പാൽപ്പാടിയിൽ നിന്ന് ചെയ്യുന്ന നെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 3 ഡ്രോപ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ അതിനെ നന്നായിട്ട് കൈകൊണ്ട് ഉടച്ചിട്ട് വായിൽ വെച്ചുകൊണ്ട് കൊടുക്കുന്നത്. അവന് കുളിപ്പിക്കുക ഈ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ അവന് ഇഷ്ടം ഇങ്ങനെ കൊടുക്കുന്നതാണ്. ഞാൻ ആദ്യമൊക്കെ വെള്ളം ചേർത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതുപോലത്തെ ഒരു സോഫ്റ്റാക്കി കൊടുക്കാൻ തുടങ്ങിയത് കേട്ടോ. പക്ഷെ അത് അവന് ഇഷ്ടമാണ്, അവൻ കഴിക്കും. അപ്പം മിഠായിക്ക് കൊടുത്തതിന് ശേഷം തീയപ്പോൾ ഞാൻ വീണ്ടും എൻ്റെ ക്ലീനിങ് ജോലികൾ ചെയ്യാണ് കേട്ടോ. ഞാൻ അവിടെ കുറച്ച് മണ്ണും അഴുക്ക് കേട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എപ്പോഴും എനിക്ക് കഴുകണമെന്ന് വിചാരിച്ചാലും എപ്പോഴും നടക്കാറില്ല. കാരണം ഇപ്പം നമുക്കവിടെ എപ്പോഴും ഈ ജോലികൾക്കും ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് കിട്ടത്തില്ലല്ലോ. ഇപ്പം ഇന്നിപ്പോൾ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുവിധമൊക്കെ സമാധാനമുണ്ട്. നേരത്തെയൊക്കെ ചെയ്ത് വെച്ചത് കൊണ്ട് നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോഴേക്കും ഞാൻ വേഗം ആ ക്ലീനിങ്ങൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് രാവിലെ തന്നെ നമ്മൾ വർക്ക് ഏരിയ അടുക്കളയൊക്കെ നമ്മൾ വേഗം അടിച്ച് തുടയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു, എല്ലാവരും ഫുഡ് കഴിക്കുന്നതിനേക്ക് മുൻപ് തന്നെ. അപ്പോൾ അവിടെ കുറച്ച് ദിവസങ്ങളായിട്ടിരിക്കുന്ന മണ്ണിൻ്റെയും അഴുക്കിൻ്റെയും കറിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊരു സോപ്പ് പൊടി ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വൃത്തിയാക്കുവാണ്. ചെറിയൊരു സമയം എടുത്തോളൂ, ഒരുപാട് സമയമൊന്നും എടുത്തില്ല. ഞാൻ വലിയ കാര്യമായിട്ടൊന്നും ക്ലീൻ ചെയ്യാൻ പോയില്ല. കാരണം എനിക്ക് വേറെയും ജോലികളുണ്ടല്ലോ. നമുക്ക് ഒബിയസ്ലി നമുക്ക് പെട്ടെന്ന് തീർക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വീട്ടിലകത്ത് പാത്രങ്ങളൊക്കെ കഴുകാനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത്യാവശ്യം ചെറിയ തണുപ്പുള്ളത് കൊണ്ടുകൊണ്ട് നമ്മൾ വിറകടുപ്പിൽ നമ്മൾ കുളിക്കാനായിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മക്കൾക്കുള്ള വെള്ളം ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം മൂത്ത ആൾ കുളിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കുളിക്കാനായിട്ട് അവൾക്കും വെള്ളം എടുത്ത് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞതേ ഞാൻ ഇന്നലത്തെ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, ആ കഞ്ഞിവെള്ളം ഞാൻ ബക്കറ്റിലേക്ക് ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അത് ഞാൻ എന്താ ചെയ്യണമെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ആ കഞ്ഞിവെള്ളം ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെ കണ്ടോ, നമ്മളിപ്പോൾ വിറകടുപ്പിൽ നമ്മൾ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് തുളസിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിതേ മൂത്ത ആൾക്ക് വെള്ളം എടുത്ത് കൊടുക്കണമാണ് കാണുന്നത്. അത് കഴിഞ്ഞത് എല്ലാവരും കുളിച്ച് റെഡിയായി. നമ്മൾ കുഞ്ഞുവാവേനെയും അവർ വൈറ്റും റെഡും ഒക്കെ ഡ്രസ്സുകൾ തപ്പിയെടുത്തിട്ട് അതൊക്കെ ഇടിയിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവർ 3 പേരും കൂടി ഇരിക്കുന്ന ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞാവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഫോട്ടോസൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. അങ്ങനെ കാര്യമായിട്ടുള്ള ക്യൂട്ട് ഫോട്ടോസൊന്നും അവൻ്റെ കിട്ടിയിട്ടില്ല. കാരണം അവനങ്ങനെ ചിരിക്കുന്നതൊക്കെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും അവനിങ്ങനെ ഫോണിലേക്ക് ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ടേ ചിരിക്കുന്ന ഫോട്ടോസ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്കൊന്ന് ജസ്റ്റ് കിട്ടി, അത്രയും ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയെന്ന് പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കുളിച്ച് റെഡി ആയതിന് എന്തിനാണെന്നറിയോ, നമ്മൾ ഇപ്പം ക്രിസ്മസ് ആണല്ലോ. അപ്പോൾ ക്രിസ്മസിൻ്റെ കേക്ക് നമ്മൾ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വേഗം എല്ലാവരും കുളിച്ച് റെഡിയാവാൻ നോക്കിയത് കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാവരും ഭയങ്കര സ്ലോ ആയതുകൊണ്ട് കണ്ട അബിഗേൽ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര
എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച കേക്ക്. ഇത് ആക്ച്വലി നമ്മുടെ ഒരു പഴയ ഒരു ഐസിങ് ഉണ്ടല്ലോ, ആ ഐസിങ്ങിൻ്റെയൊക്കെ ഒരു കേക്കാണ് കേട്ടോ. ഇത് പ്ലം കേക്കാണ്. പ്ലം കേക്കിൻ്റെ മീതെ നമ്മുടെ ഷുഗർ ഐസിങ് ഉണ്ട്, ഷുഗർ ഓൺലി ഐസിങ് ആയിട്ട്. പണ്ടത്തെ കേക്ക് നമുക്ക് ഇങ്ങനെ ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ടാത്ത ഒരു കേക്ക്, കുറച്ച് ഹാർഡായിരിക്കും. അങ്ങനെ ആ കേക്കാണ് കേട്ടോ നമ്മൾ മേടിച്ചത്. അപ്പോൾ അവർ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ഏകദേശം നമ്മുടെ കുഞ്ഞാവിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവിക്ക് ആദ്യം വന്നിരുന്നപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല, പിന്നെ അത് കഴിഞ്ഞപ്പോൾ തന്നെ ആളുടെ മൂടൊക്കെ മാറി കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞാവിനെ മാറ്റിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതേ കുഞ്ഞാവിനെ കൊണ്ട് അവർ കട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞാവ് അത് അടുത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ കുഞ്ഞാവ് അതൊക്കെ പിടിക്കാൻ, അത് കഴിഞ്ഞിട്ട് ഇത് ആൾക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിടിക്കണം എന്നുള്ളൊരു നമുക്കുണ്ട് ടെൻഡൻസി വരുന്നുണ്ട്. അപ്പോൾ ഇവർ കട്ട് ചെയ്യാൻ നോക്കിയിട്ട് എന്ത് ചെയ്ത് കട്ടാകുന്നുണ്ടായില്ല കേട്ടോ. കാരണം അതറിയാലോ, നമ്മുടെ പണ്ടത്തെ ഒരു ഐസിങ് ആയതുകൊണ്ട് അത് കുറച്ച് ഹാർഡായിരിക്കും. കാരണം ഇത് ഫ്രിഡ്ജിലൊന്നും വയ്ക്കില്ല, പണ്ട് നമുക്ക് അങ്ങനെ ഫ്രിഡ്ജൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് പുറത്ത് വെച്ചാലും കേടാവാത്ത രീതിയിലുള്ള ഒരുതരം ഷുഗർ, നല്ല ഷുഗർ ഫ്രഷ് ആയിട്ടുള്ള അതൊരു ഐസിങ് ആയിരുന്നു. ഇതാണ് കേക്കിൻ്റെ ടെക്സ്ചർ വരുന്നത്. പക്ഷേ ആക്ച്വലി നമ്മുടെ മൂത്ത ആൾക്കത് ഞാൻ ഒന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷെ നമുക്കത്, എനിക്ക് സ്മെല്ലോ അതൊരു നൊസ്റ്റു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക സ്മെല്ല് അങ്ങോട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തുകൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങാക്കൊത്തുകളും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കും കേട്ടോ. ഒരുപാട് മൂപ്പിക്കേണ്ട, പക്ഷേ എന്നാലും ഒരുവിധം പാകമാകുമ്പോഴേക്കും അതിനകത്തേക്ക് നമ്മൾ പാകം ചേർത്ത് വെച്ചിരിക്കുന്നത്, അതായത് എല്ലാ മസാലകളും ഇട്ട് വെച്ചിരിക്കുന്നത് കൊണ്ട് അതിനകത്തിന് വേറെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ട. ഞാൻ പക്ഷേ എന്നാലും കുറച്ചും ഗരം മസാല പൗഡർ നമ്മൾ വീട്ടിൽ തന്നെ പൊടിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ ഗരം മസാലയുടെ ഒരു കുറവും പിന്നെ കുറച്ച് പെപ്പറിൻ്റെ കുറവും തോന്നിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അപ്പുറത്ത് പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ പുരട്ടി വെച്ച ചിക്കനും ഫ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കനും ബീഫും കൂടി ഒരേ സമയത്ത് നമുക്ക് ചെയ്യാമല്ലോ, അപ്പോൾ നമുക്ക് നമ്മുടെ സമയം ലാഭിക്കാമല്ലോ. അങ്ങനെ ഞാൻ ബീഫൊക്കെ വരട്ടി എടുത്തിട്ടുണ്ടായിരുന്നു, ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ചിനുള്ള പരിപാടികൾ നോക്കുമായിരുന്നു. അങ്ങനെ ലഞ്ചിന് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു ബീഫ് വരട്ടിയതുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ബീഫ് വരട്ടിയത് കുറച്ചും കൂടി ഒന്ന് സ്വാദുള്ളതാക്കാൻ നേരത്തിയിട്ട് അടുപ്പത്ത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കാൻ വേണ്ടി മാത്രം വിചാരിച്ചുള്ളൂ. അപ്പോൾ നമ്മൾ വേറെയും അങ്ങനെ ചിക്കൻ വറുക്കലും കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരും ഓരോരുത്തർ ചോറിനാനൊക്കെ തുടങ്ങി കേട്ടോ. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചോറിനൊന്നും നടക്കില്ല, കാരണം ചിലർ കിടന്ന് ഉറങ്ങുന്നുണ്ട് ക്ഷീണം കൊണ്ട്. പിന്നെ കുഞ്ഞാവ് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തായാലും കുഞ്ഞാവിനെ നോക്കാൻ വേണം. അപ്പോൾ നമ്മൾ മാങ്ങാക്കറിയും പപ്പടവും കുറച്ച് അച്ചാറും നമ്മുടെ ബീഫും തേങ്ങാക്കൊത്തും പിന്നെ ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് നമ്മൾ ചോറിനാണ് കേട്ടോ. ബീഫിന് ഞാൻ ഒരുപാട് മുളക് പൊടി ഒന്നും അല്ലാണ്ട് ചേർത്തത്, ഞാൻ മറ്റേ ചതച്ച മുളകാണ് ചേർത്തിരിക്കുന്നത്, മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. നാരങ്ങാച്ചാറുമായിട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഞങ്ങളുടെ സ്ഥലം വരെയും പോയി. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ, അധികം ദൂരമൊന്നുമില്ല. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ഒരുപാട് ദൂരമൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ രാത്രിയായപ്പോൾ ഞങ്ങൾ ഏകദേശം പപ്പയും ഹസ്ബൻഡും പിള്ളേരും എല്ലാവരും കൂടി ഞങ്ങളിത് ഒരു വാക്ക് വേ ആണ് കേട്ടോ. നമ്മുടെ അങ്കമാലിയുടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റിയും അവിടുത്തെ കോതകുളങ്ങര റെസിഡൻഷ്യൽ അസോസിയേഷനും കൂടി സംഘടിപ്പിക്കുന്ന ഒരു നക്ഷത്ര വാക്ക് വേ ആണെന്ന് പറയാം. കാരണം നമുക്ക് ഒരുപാട് ദൂരം ഒരു വാക്ക് വേ ചെയ്തിട്ടുണ്ട് അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ. അപ്പോൾ ആ വാക്ക് വേ മൊത്തം അവർ നക്ഷത്രമൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ ഗാനമേള പരിപാടികളും പിന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരും ഒക്കെ ഉണ്ട് കേട്ടോ, ചെറിയ രീതിയിൽ. അതായത് ഈ വീടുകളിൽ തന്നെ ഉള്ളവർ തന്നെ വന്നിട്ട് ഈ അപ്പം ദോശയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഐസ്ക്രീം, പിന്നെ നമ്മൾ ഈ ഉപ്പിലിട്ട നെല്ലിക്ക, പൈനാപ്പിൾ, മാങ്ങ അതൊക്കെ ഉണ്ടല്ലോ. പിന്നെ പാനിപ്പൂരിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, ഞങ്ങൾ ഇത്ര ആൾക്കാരെ പ്രതീക്ഷിച്ചില്ല. അങ്ങനെ നടന്ന് ഏറ്റവും അറ്റത്ത് നിന്നപ്പോഴാണ് കേട്ടോ നമുക്കിത് ഐസ്ക്രീം കൊടുക്കുന്നത് കണ്ടുപിടിച്ചു നമ്മുടെ അബികയിൽ. അത് കഴിഞ്ഞിട്ട് ഈ പപ്പേനെയും കൂട്ടിക്കൊണ്ട് അവർ ഐസ്ക്രീം മേടിക്കാൻ പോയി. നമ്മൾ പുറകെ വരുന്നുണ്ടായുള്ളൂ, പക്ഷേ നമ്മൾ ചെല്ലുമ്പോഴേക്കും അവർ ഐസ്ക്രീമൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്ത് മേടിച്ച് കഴിഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അഞ്ജലീനയ്ക്ക് ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു, കാരണം അബിഗേലിനും ചുമയുണ്ടായിരുന്നു, അഞ്ജലീനയ്ക്കും ചുമയുണ്ടായിരുന്നു. പക്ഷേ അബിഗേലിനോട് നമ്മൾ ഐസ്ക്രീം വേണ്ട മോനെ എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു രക്ഷയുണ്ടായില്ല കേട്ടോ. നോ ബാഡ്, യു ആർ ബാഡ് എന്നും പറഞ്ഞുകൊണ്ട് അവൾ ഐസ്ക്രീം പപ്പേനോട് മേടിച്ച് അവൾ മേടിപ്പിച്ചു. ഐസ്ക്രീം മേടിച്ചിട്ട് പിന്നെ ഐസ്ക്രീം അപ്പം തന്നെ തുറന്ന് കൊടുക്കണമായിരുന്നു. അപ്പോൾ നമ്മുടെ അഞ്ജലീനയാണ് കേട്ടോ അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ഓൾറെഡി ഫോണൊക്കെ ഇരിക്കുകയാണല്ലോ.
അപ്പോൾ അതുകൊണ്ട് എനിക്കത് അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഇത് ഐസ്ക്രീമിൻ്റെ വണ്ടിയൊക്കെ എവിടെ കണ്ടാലും ആൾ കാണാതിരിക്കില്ല കേട്ടോ, ആൾ വേഗം കണ്ടുപിടിക്കുകയും. അപ്പോൾ തുടക്കം മുതലേ പപ്പേനെയും വിളിച്ചുകൊണ്ട് പോകണ്ടായിരുന്നു ഐസ്ക്രീം മേടിക്കാമെന്നും പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അറ്റം വരെ ചെന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകട്ടോ. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെ നമുക്ക് നടക്കാൻ അത്ര ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം വളരെ കുറവായിരുന്നു. ഫോട്ടോസൊക്കെ എടുക്കാൻ എല്ലാവരും നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആളുകളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടേ ആർക്കും അത്ര കാര്യമായിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായില്ല. കാണാൻ നല്ല രസമുണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഒരു 1000ന് മുകളിൽ നമുക്ക് നക്ഷത്രങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് നക്ഷത്രങ്ങളുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് നടക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്കമാലിയിൽ നിന്ന് വരുമ്പോൾ കോതകുളങ്ങരയിൽ നിന്നാണ് അവിടെ നിന്ന് ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ നമ്മുടെ മങ്ങാട്ടുകര എന്ന് പറയുന്ന ഭാഗത്തു നിന്നും ഒരു സ്റ്റാർട്ടിങ് പോയിൻ്റ് ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളിതേ പള്ളിയിൽ പുൽക്കൂട് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളിതേ പള്ളിയിൽ പുൽക്കൂടൊക്കെ കണ്ടിച്ചിട്ടും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ട് കിടന്നുറങ്ങി. അത് പുൽക്കൂടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തി. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് വെച്ചിട്ടും ഞങ്ങൾ കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ ക്രിസ്മസ് ഡേ ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യണേ.